നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായത്തിലെ 20 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശ്രീശുകൻ അച്ഛനായ വേദവ്യാസനോട് വൈവാഹിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതം കൊണ്ട് യാതൊരു മെച്ചവുമില്ല, അതുകൊണ്ട് മോക്ഷം കിട്ടുകയില്ല എന്നൊക്കെ പലരുടെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് ശ്രീശുകൻ വ്യാസമഹർഷിയോട് പറയുന്നു. ഉറക്കം കെടുത്താൻ വേണ്ടി മാത്രമാണ് ഒരുവൻ വിവാഹം കഴിക്കുന്നത് എന്നുകൂടി ശുകൻ പറയുന്നു. ഇനി എന്താണ് വിവരിക്കുന്നതെന്ന് നോക്കാം. സൂത ഉവാച. ശ്ലോകം 21. ഏവം വിധാനി വാക്യാനി ശ്രുത്വാ വ്യാസാശുകസ്യ ച സംപ്രാപമഹതിം ചിന്താം കിം കരോമീത്യസംശയം. ശുകൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് വ്യാസൻ ഇനി സംശയരഹിതമായി ചെയ്യാനുള്ളത് എന്ത് എന്ന വലിയ ചിന്തയിലാണ്ടു. ശ്ലോകം 22. തസ്യ ശുശ്രൂരശ്രൂണി ലോചനാ ദുഃഖജാനി ച വേഭതുച്ഛ ശരീരോഭൂത് ഗ്ലാനിം പ്രാപമനസ്തഥാ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ദുഃഖത്തിൽ നിന്നുമുണ്ടായ ചുടുകണ്ണീർ പ്രവഹിച്ചു, ശരീരത്തിന് വിറയലുണ്ടായി, അപ്രകാരം തന്നെ മനസ്സിന് വാട്ടവുമുണ്ടായി. ശ്ലോകം 23. ശോചന്തം പിതരം ദൃഷ്ട്വാ ദീനം ശോകപരിപ്ലുതം ഉവാച പിതരം വ്യാസം വിസ്മയോത്ഫുല്ലലോചനഃ. ദുഃഖനിമഗ്നനും ദീനനുമായ പിതാവിനെ, അതായത് വ്യാസനെ കണ്ടിട്ട് വിസ്മയം കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടി ഇങ്ങനെ ആലോചിച്ചു. ശ്ലോകം 24. അഹോ മായാബലം ചോഗ്രം യന്മോഹയതി പണ്ഡിതം വേദാന്തസ്യ ച കർത്താരം സർവജ്ഞം വേദസംമിതം. അമ്പേ, മായയുടെ ശക്തി വളരെ കടുപ്പം തന്നെ. പണ്ഡിതനും വേദാന്തത്തിൻ്റെ കർത്താവും സർവജ്ഞനും വേദതുല്യനുമായ പണ്ഡിതനെ പോലും അത് മോഹിപ്പിക്കുന്നു. ശ്ലോകം 25. ന ജാനേക ച സാ മായാ കിം സ്വിത് സ്വാദീവ ദുഷ്കരം യാ മോഹയതി വിദ്വാംസം വ്യാസം സത്യവതീ സുതം. ആ മായ ആരാണെന്നോ ദുഷ്കരമായ അതെന്താണെന്നോ എനിക്കറിഞ്ഞുകൂടാ. അത് വിദ്വാനും സത്യവതീ സുതനുമായ വ്യാസനെയും മോഹിപ്പിക്കുന്നു. ശ്ലോകം 26. പുരാണാനാം ച വക്തായോ നിർമ്മാതാ ഭാരതസ്യ ച വിഭാഗകർത്താ വേദാനാം സോപി മോഹമുപാഗതഃ. പുരാണങ്ങളെല്ലാം പാടിയവനും ഭാരതം രചിച്ചവനും വേദങ്ങളെല്ലാം വിഭജിച്ചവനുമായ അദ്ദേഹം പോലും മോഹം പ്രാപിച്ചു. ശ്ലോകം 27. താം യാമി ശരണം ദേവിം യാ മോഹയതി വൈ ജഗത് ബ്രഹ്മവിഷ്ണുഹരാദീംശ കഥാന്യേഷാം ച കീദൃശീ. ജഗത്തിനെ മോഹിപ്പിക്കുന്ന ആ ദേവിയെ തന്നെ ഞാനും ശരണം പ്രാപിക്കാം. ആ ദേവി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയവരെയും മോഹിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കഥ പിന്നെ എന്താവും? ശ്ലോകം 28. കോപ്യസ്തി ത്രിഷു ലോകേഷു യോ ന മുഹ്യതി മായയാ യന്മോഹം ഗമിതാപൂർവം ബ്രഹ്മവിഷ്ണുഹരാദേഹ. മായയ്ക്ക് അടിപ്പെടാത്ത ആരും തന്നെ 3 ലോകത്തിലുമില്ല.
പണ്ട് മായാവലയത്തിൽപ്പെട്ടവരാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവർ. ശ്ലോകം 29. അഹോ ബലമഹോ വീര്യം ദേവ്യാ ഖലു വിനിർമ്മിതം മായയൈവ വശം നീത സർവജ്ഞ ഈശ്വര പ്രഭു. ദേവീ നിർമ്മിതമായ മായയുടെ ബലവും വീര്യവും അത്ഭുതം തന്നെ. സർവജ്ഞനും ഈശ്വരനുമായ വിഷ്ണുവും മായയ്ക്ക് അധീനനായിരിക്കുന്നു. 29 ശ്ലോകം പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ